കഴിയുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണല്ലോ അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയത്. ലോക തട്ടിപ്പ്, പാവപ്പെട്ടവൻ്റെ പേര് പറയും, ആളെ പറ്റിക്കും. അതാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു വ്യവസായം അവർ തുടങ്ങിയേക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പറ്റൂലല്ലോ. അത് CPM-ന്റെ കീഴിൽ ഇപ്പോൾ കുറേ സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്നിട്ട് അഭിപ്രായം? കഴിയുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പല സ്ഥലത്തും ഓരോന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയും തന്നെയെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് അത് വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക. ഇത്രയും പറയാനുള്ളത്. എനിക്ക് പറഞ്ഞ പോലെ തന്നെ പാവങ്ങൾക്കുടെ പൈസയാണ്. അത് സുരക്ഷിതമായ ഒരു സൊസൈറ്റി ആണെങ്കിൽ അവരത് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. എല്ലാ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണല്ലോ അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയത്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെന്തിനാണോ തുടങ്ങിയത് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറയാൻ നിങ്ങളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളല്ലേ അത്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയണ്ടല്ലോ, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം കാര്യങ്ങളല്ലേ. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഈ ജനങ്ങളാണ് അത് തിരുത്തേണ്ടത്. ജനങ്ങൾ എപ്പോഴും ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ജനങ്ങൾക്ക് ബോധം വേണം ആദ്യം. പോയിക്കോട്ടെ. സാധാരണക്കാരായ ജനങ്ങളാണ് ഇങ്ങനെയുള്ള സഹകരണ സംഘങ്ങളിൽ പൈസ കൊണ്ടുവിടുന്നു, നിക്ഷേപിക്കുന്നത്. അവസാന കാലത്ത് അവരുടെയൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി അതീതമാരിയൊക്കെ വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മളുടെ പാർട്ടിയുടെ മോശമായുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നതെന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടിൽ. ഞാൻ CPM-ൻ്റെ ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. പിന്നെന്ത് പറയാനാണ്? പ്രത്യേകിച്ച് പറയാനല്ല, തട്ടിപ്പ് അത് തന്നെ. ഈ ഭരണമല്ലേ ആര് ഭരിച്ചാലും കണക്ക് തന്നെ കേട്ടാ. ഇത് ലോക തട്ടിപ്പ്, പാവപ്പെട്ടവൻ്റെ പേര് പറയും, ആളെ പറ്റിക്കും. അതാണ് കമ്മ്യൂണിസം. ഓക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു വ്യവസായം അവർ തുടങ്ങിയേക്കുന്നതാണ്. അതുള്ളൂ. അപ്പം അതിപ്പം നമ്മൾ ആൾക്കാർക്കെല്ലാം വിശ്വാസമില്ലാതെയായിരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ട് ജനങ്ങളെല്ലാം അതിനോട് ഇപ്പോൾ ഒരു നിസ്സഹകരണമാണ്. അത് നമ്മുടെ ഒരു വലിയൊരു ആപത്തിലേക്ക് സാമ്പത്തികമായിട്ട് ഈ ഒരുപാട് പാവങ്ങളുടെ പൈസ കിടപ്പുണ്ട്. അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഒരു മകളുടെ കല്യാണത്തിന് പൈസ കൊണ്ട് ഇട്ടേക്കുമായിരിക്കും. അത് കല്യാണ സമയത്ത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണ് പലർക്കും വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു ബാങ്കിൽ ഇടുന്ന എന്തിനാ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവർ ഇത് വാങ്ങുന്നുണ്ട്, പലിശയും. പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? അത് തരുന്നില്ല. അപ്പോൾ ഈ ബാങ്കുകൾ സഹകരണ സംഘം ഇപ്പം ഒരു നിസ്സഹകരണ സംഘമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾക്ക്. ഇടതുപക്ഷ ഒരു വിശ്വാസിയുള്ള ആളാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പിണറായി മാറിയാലേ ഈ CPM എന്ന പാർട്ടി നേരെയാവുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ.